കഴിഞ്ഞ ഇലക്ഷന് യു ഡി എഫ് തോറ്റതോടുകൂടി പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് താങ്കളോട് അറിയിക്കുക പോലും ചെയ്യാതെ എടുത്ത് മാറ്റുകയുണ്ടായത്. ഇത്തവണയും അങ്ങനെ ഒരു ആവർത്തനം ഉണ്ടായാൽ വി.ഡി. സതീശനും ഇതേ ഫെയ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇത്തവണ നമ്മൾ പ്രതിപക്ഷത്തല്ല, ഞങ്ങൾ ഭരിക്കാൻ പോവല്ലേ. വി ആർ ഗോയിങ് ടു റൂൾ ദ സ്റ്റേറ്റ്. വി ആർ നോട്ട് ഗോയിങ് ടു സിറ്റ് ഇൻ ദ ഓപ്പോസിഷൻ. അപ്പോൾ വി.ഡി. സതീശന് പേടിക്കേണ്ടതില്ല. ആരെയും പേടിക്കേണ്ട കാര്യമില്ല. പാർട്ടി ഒരു തീരുമാനം എടുക്കും, എല്ലാവരും ഒരുമിച്ച് നിൽക്കും. ഇതിൻ്റെ ഒരു പൊളിറ്റിക്സ് നോക്കുമ്പോൾ ഈ രണ്ട് പക്ഷവും ഇടതുപക്ഷവും വലതുപക്ഷവും ഒരിക്കലും തെരഞ്ഞെടുപ്പിന് മുന്നേ ഇതാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയാറില്ല. പക്ഷെ നമുക്കൊക്കെ എവിഡൻ്റ് ആയിട്ട് അറിയാം അത് ഏത് ഇലക്ഷനിലാണെങ്കിലും UDF-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ ഒരാളാണ്, അല്ലെങ്കിൽ പരമാവധി രണ്ടുപേരിൽ ഒരാളാണ്. ഇപ്പോൾ താങ്കളായിരുന്ന സമയത്ത് 2016 നമുക്കറിയാം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നു. ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല എന്നത് വ്യക്തമാണ്. ഇപ്പോൾ LDF-നെ സംബന്ധിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ട്, പിണറായിയാണ് അവരുടെ നേതാവ്. UDF-ന്റെ ഭാഗത്താകട്ടെ നോക്കുമ്പോൾ 1, 2, 3, 4 നമുക്കിങ്ങനെ എണ്ണാൻ പറ്റാത്ത രീതിയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളാകുകയാണ്. എന്താണ് നിങ്ങളുടെ അക്കാര്യത്തിൽ? അതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം. നേതൃത്വമില്ലായ്മ. ജനാധിപത്യത്തിൽ ഒരേപോലെ കഴിവുകളുള്ള നിരവധി ആളുകളെ പാർട്ടി വളർത്തുന്നു. അപ്പുറത്ത് അങ്ങനെ വളരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സീറ്റ് പോലും കൊടുക്കാതെ അവരുടെ സീറ്റിൽ നിന്ന് മാറി ടഫ് സീറ്റിൽ പോയി മത്സരിക്കാൻ പറയും. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 3-4 നേതാക്കന്മാരുണ്ട്. പാർട്ടി ക്യാൻ ചൂസ് എനിബഡി. അതേസമയം അവിടെയാണെങ്കിൽ ഒറ്റ നേതാവേ ഉള്ളൂ. ഒറ്റയാണ്. അദ്ദേഹം തീരുമാനിക്കുമല്ല, പാർട്ടിയില്ല, ഒന്നുമില്ല. കുറച്ച് ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്ന പരിപാടിയാണ്. ഞാനത് കാരണം പറയാം. എന്താ വെച്ചാൽ ഈ വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ജനം ആലോചിക്കുന്നത് ഞാൻ ഈ പക്ഷത്തിന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ വന്നാൽ നല്ല ഭരണം ഉണ്ടാകുമോ, സുസ്ഥിരമാണോ, സ്റ്റെബിലിറ്റി ഉണ്ടോ എന്നാണ്. അപ്പോൾ മറുവശത്ത് അവർ ജയിച്ചാലും ഇല്ലെങ്കിലും മറുവശത്ത് അറിയാം LDF ജയിച്ചാൽ പിണറായി മുഖ്യമന്ത്രി. വലതുപക്ഷത്താണെങ്കിൽ ഒരു മുഖ്യമന്ത്രി, 2 മുഖ്യമന്ത്രി, താങ്കൾ ഈ പറയുന്ന 4-5 നേതാക്കളുടെ നല്ലതാണ്. പക്ഷെ ആരാണ് UDF-ന്റെ നേതാവ്? That after the election the party will decide who will lead the state. That is our system. എപ്പോഴും അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. നമ്മൾ പാർട്ടിയുടെ നയങ്ങൾക്കല്ലേ നമ്മൾ വോട്ട് ചോദിക്കുന്നത്, നമ്മുടെ മുന്നണിയുടെ നയങ്ങൾക്കല്ലേ വോട്ട് ചോദിക്കുന്നത്. അല്ല, എന്തിന്റെ ബേസിസിലായിരിക്കും UDF ജയിച്ചാൽ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക? അല്ല, അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കും. സാധാരണഗതിയിൽ MLA-മാരുടെ അഭിപ്രായം തേടി ആണ് ചെയ്യാറുള്ളത്. പക്ഷെ കഴിഞ്ഞ തവണ ഇപ്പൊ അതെല്ലാം സംഭവിച്ചത് നമുക്കറിയാം. ഓപ്പോസിഷൻ ലീഡറായിട്ട് താങ്കൾക്കാണ് ഏറ്റവും അധികം വോട്ട് കിട്ടിയത്. പക്ഷെ താങ്കളല്ല ഓപ്പോസിഷൻ ലീഡർ ആയത്, വി.ഡി. സതീശനാണ്. അപ്പോൾ എന്തിന്റെ ബേസിസിലായിരിക്കും മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക? പാർട്ടി ഒരു തീരുമാനം എടുക്കും. ആ സമയത്ത് പാർട്ടി തീരുമാനം എടുക്കും. പാർട്ടി ഇപ്പോൾ മത്സരിക്കാത്ത മറ്റൊരാളിനെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കാൻ സാധ്യതയുണ്ട്. അല്ല, പാർട്ടി ക്യാൻ ടേക്ക് എനി ഡിസിഷൻ. പക്ഷേ സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യാറില്ല. ആ പേരത്തിലെങ്കിലും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ട്. AKNി വന്ന് മുഖ്യമന്ത്രിയായിട്ട്. അതിലൊരു ശരികേടില്ലേ സർ? അത് ജനങ്ങൾ ഇപ്പോൾ ഒരു 4 പേരെങ്കിലും മനസ്സിൽ ഇപ്പോൾ ഒരു പോസിബിലിറ്റി വെച്ചിട്ട് വോട്ട് ചെയ്യാമെന്ന് വെക്കുക. ഇത് മത്സര രംഗത്ത് ഇല്ലാത്ത ഒരാൾ UDF ജയിക്കുവാണെങ്കിൽ പെട്ടെന്ന് നൂലിൽ കെട്ടി ഇറങ്ങുകയും മുഖ്യമന്ത്രി ആവുകയും ചെയ്യുന്നത് വോട്ട് ചെയ്യുന്ന ജനങ്ങളോട് തന്നെ ചെയ്യുന്നത് ഒരു ശരികേടില്ലേ? അങ്ങനെ ചെയ്യുമെന്ന് ആരും പറഞ്ഞില്ലല്ലോ. അതിനൊരു പോസിബിലിറ്റി നമ്മൾ കാണുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ്. പോസിബിലിറ്റീസിനെ പറ്റി നമുക്ക് എന്ത് വേണമെങ്കിലും തിങ്ക് ചെയ്യാം. പക്ഷേ പാർട്ടി ഹാസ് നോട്ട് ടേക്കൺ എനി സച്ച് ഡിസിഷൻസ്. ഈ ചോദ്യം നേരെ ചോദിക്കട്ടെ. ഈ ഇപ്പോൾ പറഞ്ഞത് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുണ്ട്, വി.ഡി. സതീശനുണ്ട്, തിരഞ്ഞെടുപ്പിലുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. ഈ KC വേണുഗോപാൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഞാനും പറഞ്ഞിട്ടില്ല. നമുക്കറിയില്ല, അങ്ങേക്ക് അറിയാമായിരിക്കും. ഇല്ല, അദ്ദേഹം ഒരിടത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാനും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെ, ഞാൻ മുഖ്യമന്ത്രി താങ്കളും പറഞ്ഞിട്ടില്ല. പറയാതെ പറയുന്ന കാര്യങ്ങളാണല്ലോ ഇതെല്ലാം. അതുകൊണ്ടാണ് ഇല്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അല്ല, പക്ഷേ പാർട്ടിയെ നയിക്കുന്ന 2 പേരിൽ പ്രധാനപ്പെട്ട 2 പേരാണ് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും. KC വേണുഗോപാലും ഇപ്പം പരസ്യമായിട്ട് പ്രചരണത്തുണ്ട്, അത് സ്വാഭാവികം, ഓക്കെ. പക്ഷേ ഞാൻ ചോദിക്കുന്നത് KC വേണുഗോപാലിൽ ഒരു പ്രോബബിൾ CM കാൻഡിഡേറ്റ് ആണോ? ആണെന്ന് പുള്ളി ഇതുവരെ പറഞ്ഞിട്ടില്ല. പറയാത്രത്തോളം കാലം ഞാൻ എങ്ങനെ പറയും? കോൺഗ്രസിൽ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് നമുക്കറിയില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഞാൻ തുറന്നു പറയാം. രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് കൂടി ഞങ്ങളുടെ നേതാക്കളായിട്ട് സീനിയർ നേതാക്കളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ കാര്യത്തിൽ ഇലക്ഷന് ശേഷം തീരുമാനമെടുക്കും. ആരും അങ്ങനെ സ്വയം സ്ഥാനാർത്ഥികളാവണ്ട എന്ന തീരുമാനം കോൺഗ്രസ് പ്രസിഡൻറ്റും രാഹുൽ ഗാന്ധിയും കൂടെ എടുത്തു. അപ്പോൾ അത് അങ്ങനെ ഒരു തീരുമാനം എടുത്ത സാഹചര്യത്തിൽ നമ്മൾ ഈ ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല. ഇലക്ഷന് മുന്നേ പരസ്യമായി പോരുണ്ടാകേണ്ട എന്ന് കരുതിയിട്ടാണോ? അല്ല, നമ്മുടെ ഒരു സിസ്റ്റം അതാണ്. അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ആരും ഇപ്പം അതിനുശേഷം ആരും അങ്ങനെ ഒന്നും പറയുന്നില്ല.
ഈ CM പ്രോബബിൾസ് ആയിട്ട് പറയപ്പെടുന്ന പേരുകൾ ഒന്ന് താങ്കളുടേതാണ്, ഒന്ന് VD സതീശൻ്റേതാണ്, ഒന്ന് KC വേണുഗോപാലിൻ്റേതാണ്, പിന്നെ സൈഡിലൂടെ ശശി തരൂരിൻ്റെ പേരും കേൾക്കുന്നുണ്ട്. ഈ 4 പേരുകളും നായന്മാരാണെന്നുള്ളൊരു സവിശേഷത താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പം നമ്മളിപ്പോൾ അത് ജനിച്ചു പോയെന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നമ്മുടെ കുറ്റമാണോ? അല്ല. ഈ നായന്മാരുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു താങ്കളും VD സതീശനും തമ്മിലുള്ള ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ താങ്കൾ ഒരു സമവായത്തിൻ്റെ ആളാണ്. സമുദായ നേതാക്കന്മാരെ കാണുന്നതിൽ വലിയ ഈഗോ ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ ഓൺ ദ അതർ സൈഡ് VD സതീശൻ പറയുന്നത് ഞാൻ ഈ സമുദായ നേതാക്കന്മാരുടെ തിണ്ണനിറങ്ങാൻ പോവാറില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ അടിക്കുന്ന ആളാണ്. ഭയങ്കര ടോട്ടലി ഓപ്പോസിറ്റായ 2 നിലപാടുകളാണ് നിങ്ങൾ രണ്ടാളുടെ. ഞാനെപ്പോഴും സമവായത്തിൻ്റെ ആളാണ്. കാരണം നമ്മൾ പൊളിറ്റിക്സ് നിൽക്കുമ്പം യു ഹാവ് ടു ക്യാരി എവരിബഡി. അതാണ് എൻ്റെ ചിന്ത. കോൺഗ്രസ് എപ്പോഴും അങ്ങനെയാണ്. കോൺഗ്രസ് ഈസ് ആൻ അംബ്രല്ല ക്യാരിയിങ് എവരിബഡി ടുഗദർ. അതാണ് കോൺഗ്രസിൻ്റെ സ്റ്റൈൽ. അതാണ്. തന്നെയുമല്ല, നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എല്ലാവരെയും നമ്മൾ ഉൾക്കൊണ്ട് പോകണം. പ്രത്യേകിച്ച് നമ്മൾ ലീഡർഷിപ്പ് ഇരിക്കുമ്പം എല്ലാവർക്കും നമ്മളെ സമീപിക്കാനും പറയാനും അവരുടെ ഒപ്പീനിയൻ മനസ്സിലാക്കാനും അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കാനും ഒക്കെയുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനെപ്പോഴും ആ ഒരു നിലപാട് പിന്നെ വി ആർ ലിവിങ് ഇൻ എൻ ഇയർ ഓഫ് കൊയിലേഷൻ. അപ്പോൾ കൊയിലേഷനകത്തൊക്കെ എപ്പോഴും എന്താണ് കൂടുതൽ കൺസെൻസസ് വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ലോങ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ പാർട്ടിയിൽ. അപ്പോൾ അതുകൊണ്ട് ഐ വാസ് മെയ്ഡ് ഓട്ടോമാറ്റിക്കലി ലൈക്ക് ദാറ്റ്. മനഃപൂർവ്വമൊന്നുമല്ല. പക്ഷേ എന്നാൽ പോലും നമുക്ക് പാർട്ടിയുടെ നിലപാട് തന്നെയാണ് എപ്പോഴും. പാർട്ടി താല്പര്യങ്ങൾ ഉറച്ചു നിൽക്കുമല്ലോ. VD സതീശന് ഇത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്, സമവായം ആവശ്യമാണെന്നുള്ളത്. എവരിബഡി ഹാസ് ഗോട്ട് ദെയർ ഓൺ സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ്. പുള്ളി അങ്ങനെ ഇപ്പം മുന്നണിയെ കൊണ്ടുപോകുന്നില്ലേ. അപ്പോൾ അതിനകത്തൊക്കെ എല്ലാം യോജിച്ചൊക്കെ പ്രവർത്തിക്കുമല്ലോ. താങ്കളുടെ സ്റ്റൈലിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ പറയട്ടെ, 2016-21 സമയത്തെ ഒരു മികച്ച പ്രതിപക്ഷ നേതാവായിരുന്നു താങ്കൾ ഒരുപാട് ഇഷ്യൂസ് കൊണ്ടുവന്നത്. സ്പ്രിംഗ്ലർ ആണെങ്കിലും ഡിസ്റ്റിലറി ബ്രൂവറി ആണെങ്കിലും പലതിലും സർക്കാരിൻ്റെ തീരുമാനം പിൻവലിപ്പിക്കുന്ന തരത്തിലുള്ള മികച്ച വിഷയങ്ങൾ കൊണ്ടുവന്നു. താങ്കളുടെ ഒരു നല്ല കൺസെൻസസ് ഉള്ള നേതാവായിരുന്നു. എന്നിട്ടും അതിന് പൊളിറ്റിക്കലി ഇലക്ട്രലി അതിനൊരു ഗെയിൻ ഉണ്ടാക്കാൻ പറ്റിയില്ല. അത് താങ്കളുടെ ഒരു സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ്ങിനെ അല്ലെങ്കിൽ അത് പോരാ എന്ന് കണ്ടിട്ടാണോ VD സതീശൻ്റെ പീരീഡിൽ 5 വർഷം വളരെ അഗ്രസീവായിട്ട് ഗവൺമെന്റിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത്? അല്ല, ഞാനും അഗ്രസീവായിട്ട് തന്നെയാണ് അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. അഗ്രസീവ്നെസ്സിനൊന്നും കുഴപ്പമില്ല. കാരണം ഞാനാണ് ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണങ്ങൾ കണ്ടെത്തുകയും അഗ്രസീവായിട്ട് ഗവൺമെൻറ്റിനെതിരെ ഫൈറ്റ് ചെയ്യുകയും ചെയ്തത്. അധികാരത്തിൽ വരാതിരിക്കാനുള്ള കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. നമ്മുടെ ഒരു വല്ലാത്ത അവസ്ഥ, 5 പേർക്ക് പോലും വെളിയിറങ്ങി നടക്കാൻ വയ്യാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ മെയിനായിട്ടുള്ള കാരണം. പിന്നെ ഇവിടെ മറ്റു പല കാരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളത് വിലയിരുത്തുന്നത് താങ്കൾ ഒരുപാട് ഇഷ്യൂസ് കൊണ്ടുവന്നു സെർട്ടൺലി, പക്ഷേ പാർട്ടിയിൽ നിന്ന് അതിന് വേണ്ട രീതിയിൽ പലപ്പോഴും സപ്പോർട്ട് കിട്ടിയില്ല. അതായത് VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു വിഷയത്തിനോട് പാർട്ടി എങ്ങനെ പ്രതികരിക്കുന്നു ആ രീതിയിലല്ലായിരുന്നു രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ. അല്ല, അതിൻ്റെ ആ സിറ്റുവേഷനാണ് പ്രധാനം. ആ സിറ്റുവേഷനകത്ത് പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം പാർട്ടി ഒരു 1.5 വർഷം ടോട്ടലി ഒന്നും ചെയ്യാൻ വയ്യാത്തൊരവസ്ഥ വന്നു. അതിന് ഗവൺമെൻറ് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. ഇതാണ് മെയിനായിട്ടുള്ള കാരണം. അല്ലാണ്ട് പാർട്ടി എനിക്കെതിരായിട്ടൊന്നും അല്ലായിരുന്നു. പക്ഷെ എന്തുകൊണ്ടായിരിക്കും താങ്കളെ മാറ്റി VD സതീശനെ ആക്കാനുള്ള കാരണമെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, ഇപ്പോൾ നോക്കുമ്പോൾ, ഒരു 5 വർഷം പുറകോട്ട് നോക്കുമ്പോൾ തോന്നുന്നത് എന്തായിരിക്കാം ആ കാരണം? ദാറ്റ് മൈ പാർട്ടി ഹാസ് ടേക്കൺ എ ഡിസിഷൻ. ഐ അക്സെപ്റ്റഡ് ഇറ്റ്. നമുക്ക് സ്ഥാനം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാം. അതുണ്ട്, പക്ഷെ എന്തായിരിക്കാം കാരണം എന്ന് ആലോചിച്ചിട്ടില്ലേ? അല്ല, കൺസിക്യൂട്ടീവായി 2 ടൈംസ് നമ്മൾ പരാജയപ്പെട്ടല്ലോ. ഞാൻ നേതൃത്വം കൊടുത്തപ്പോൾ മാത്രമല്ല, ഉമ്മൻചാണ്ടി നേതൃത്വം കൊടുത്തപ്പോൾ. പക്ഷേ അത് ഞങ്ങൾ അത്ര വിജയങ്ങളും ഉണ്ടാക്കി. അപ്പോൾ പാർട്ടി ലീഡർഷിപ്പ് അങ്ങനെ താല്പര്യം പ്രകടിപ്പിച്ചു കാണും. അപ്പോഴാണ്. പക്ഷേ അത് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് സ്മൂത്തായി തീർക്കാമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഉമ്മൻചാണ്ടി തന്നെ നേരിട്ട് എല്ലാവരോടും ചോദിച്ചതാണ്, എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. പക്ഷെ അത് പറഞ്ഞില്ല എന്നൊരു ഗ്രീവൻസ്. അതെ, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് പാർട്ടി എന്നോട് ആരും പറഞ്ഞില്ലല്ലോ. അനൗൺസ് ചെയ്യുമ്പോഴല്ലേ അത്. അതിനകത്ത് എനിക്ക് വിഷമമുണ്ടായിരുന്നു. ഐ ഷുഡ് ബി ടോൾഡ് എയർലിയർ. ദെൻ ഐ ഷുഡ് ഹാവ് മെയ്ഡ് എന്താണ് സ്മൂത്ത് ട്രാൻസിഷൻ നമുക്ക് ചെയ്യാമായിരുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അന്ന് ഉണ്ടാകാൻ കാരണം? അത് പാസ്റ്റ് ഈസ് പാസ്റ്റ്. നമ്മൾ ഇനിയിപ്പോൾ ഡിഗ് ചെയ്തിട്ട് കാര്യമില്ല. ഈ നേരത്തെ പറഞ്ഞ ഇപ്പം കഴിഞ്ഞ 5 വർഷമായിട്ട് ഭയങ്കര അഗ്രസീവായിട്ടുള്ള ഒരു സ്റ്റാൻഡും പൊളിറ്റിക്സുമാണ് കോൺഗ്രസ്
തീരുമാനങ്ങൾ എടുക്കുന്നത്. സ്വാഭാവികമായിട്ടും വി ഡി സതീശനാണ് UDF ചെയർമാൻ എന്നുള്ള നിലയിൽ നിലപാടുകളൊക്കെ എടുക്കുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഒരു ഇലക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കമ്മ്യൂണിറ്റികളും മറ്റ് സൊസൈറ്റിയിലുള്ള പല സെക്ഷൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവരുമായിട്ടൊരു കൺസെൻസസിലൂടെ പോകുന്ന ഒരു മുന്നണിയുടെ ഭാഗത്തായിരിക്കും പലപ്പോഴും ആ ഒരു വിജയത്തിൻ്റെയൊക്കെ സാധ്യത വരുന്നത്. അപ്പം ഈ ഇത്തരം കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസിനോടും സെക്ഷൻസിനോടും ഭയങ്കര അഗ്രസീവായിട്ട് വളരെ നെഗറ്റീവായിട്ട് ഒരു നിലപാടെടുക്കുമ്പോൾ അതെങ്ങനെയായിരിക്കും ഇലക്ഷനെ സ്വാധീനിക്കുന്ന UDFിൻ്റെ ഒരു സാധ്യതകളായിട്ട്? ഇല്ല, നമ്മൾ സാധ്യതകളെയൊന്നും മോശമാക്കില്ല. കാരണം നമ്മളെല്ലാവരും യോജിപ്പിച്ചേ കൊണ്ടുപോകുള്ളൂ. ചില കാര്യങ്ങളിൽ ചോയ്സില്ലല്ലോ. അതെ, ചില കാര്യങ്ങളിൽ അദ്ദേഹം ചില നിലപാടുകൾ എടുത്തിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം ആ വിഭാഗങ്ങളോടൊന്നും കടുത്ത എതിർപ്പുണ്ട് എന്നുള്ളതല്ല. അത് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ട്. പക്ഷേ UDFനെ സംബന്ധിച്ചിടത്തോളം UDF എല്ലാവരെയും ഉൾക്കൊണ്ട് പോകുന്ന ഒരു പാർട്ടി തന്നെയാണ്. അതിൻ്റേതായ രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും ഞങ്ങൾ നടത്തുന്നത്. താങ്കളുടെ സ്റ്റൈലിൽ നിന്ന് ഘടകവിരുദ്ധമാണ്, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഘടകവിരുദ്ധമാണ് വി ഡി സതീശൻ്റെ ശൈലി. താങ്കൾ വളരെ മുതിർന്ന നേതാവാണ്. കഴിഞ്ഞ ദിവസം സതീശൻ തന്നെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ കൂടെ നേതാവാണ് ചെന്നിത്തല. ഏതെങ്കിലും സ്റ്റേജിൽ കഴിഞ്ഞ ഒരു 5 വർഷത്തിൽ ഇങ്ങനെയല്ല പോകേണ്ടത്, അല്ലെങ്കിൽ ഇത്തരം ഒരു തീരുമാനമല്ല വേണ്ടത്, ഈ ഒരു അപ്രോച്ച് അല്ല വേണ്ടതെന്ന് രമേശ് ചെന്നിത്തല വി ഡി സതീശനെ അഡ്വൈസ് ചെയ്തു? തീർച്ചയായും ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട് പല കാര്യങ്ങളിലും. അതൊക്കെ സതീശൻ ഉൾക്കൊള്ളുകയും ചെയ്യും. അതിനകത്തൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം ചില കാര്യങ്ങൾ നമ്മൾ പരസ്പരം ചർച്ച ചെയ്യുമല്ലോ. ഇന്നത് വേണം, ഇന്നത് വേണ്ട, അതങ്ങനെ നല്ല കമ്മ്യൂണിക്കേഷനുണ്ട് ഞങ്ങൾ തമ്മിൽ.